ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ നല്ല കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോത്തിൻ്റെ ഇളയ പുത്രിക്ക് ജനിച്ച കുട്ടിയുടെ പേര് എന്ത് എന്നായിരുന്നു. അതിൻ്റെ ഉത്തരം ബെൻ അമ്മി എന്നാണ്. മോവാബ്യരുടെ പിതാവ് ആര്? മോവാബ്യരുടെ പിതാവ് മോവാബ് ആകുന്നു. അടുത്ത ചോദ്യം, അബ്രഹാം മമ്രയുടെ തോപ്പിൽ നിന്നും പോയി പരദേശിയായി പാർത്ത സ്ഥലം ഏത്? ഗരാർ ആകുന്നു. ഞങ്ങൾ സഹോദരന്മാർ, ഞങ്ങളുടെ അപ്പനും വല്യപ്പനും ഒരാൾ, ഞങ്ങളാര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം മോവാബ് ബെൻ അമ്മി ആകുന്നു. ഞങ്ങൾ സഹോദരിമാർ, ഭർത്താവിൻ്റെ ധർമ്മം ചെയ്തു തന്നത് അപ്പൻ തന്നെയാണ്. ഞങ്ങളാര്? ലോത്തിൻ്റെ പെൺമക്കൾ. അടുത്ത ചോദ്യം, സുന്ദരിയായ ഭാര്യയുണ്ടായിരുന്ന പ്രവാചകൻ ആര്? അബ്രഹാം ആയിരുന്നു. ഗരാറിലെ രാജാവിൻ്റെ പേരെന്ത്? അബിമേലെക്ക് എന്നായിരുന്നു ഗരാറിലെ രാജാവിൻ്റെ പേര്. കർത്താവെ, നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ? ഇതാരുടെ വാക്കുകളായിരുന്നു? അബിമേലെക്കിൻ്റെ. അബ്രഹാമിന് ആടുമാടുകളെയും ദാസന്മാരെയും കൊടുത്ത ഗരാർ രാജാവ് ആര്? അബിമേലെക്കായിരുന്നു. സാറയ്ക്ക് പ്രതിശാന്തിയായി അബിമേലെക്ക് അബ്രഹാമിന് കൊടുത്ത വെള്ളിക്കാശ് എത്ര? 1000 ആയിരുന്നു. സ്വന്തം സഹോദരിയെ വിവാഹം കഴിച്ചൊരു പ്രവാചകൻ, അത് അബ്രഹാം ആയിരുന്നു. ആരുടെ നിമിത്തമാണ് യഹോവ അബിമേലെക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചത്? സാറയുടെ നിമിത്തമാണ്. അപ്പൻ്റെ മകളാണ്, അമ്മയുടെ മകളല്ല. ഇത് അബ്രഹാമിൻ്റെ ഏതു ഭാര്യയാവുന്നു? സാറയാവുന്നു. പെങ്ങളെ വിവാഹം കഴിച്ചവൻ ആര്? പെങ്ങളെ വിവാഹം കഴിച്ചത് അബ്രഹാം ആകുന്നു. ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സായിരുന്നു? അബ്രഹാമിന് 100 വയസ്സായിരുന്നു. അടുത്ത ചോദ്യം, ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ആര്? സാറയാവുന്നു അങ്ങനെ പറഞ്ഞത്. മകൻ്റെ മുലകുടി മാറിയപ്പോൾ വലിയ വിരുന്ന് കഴിച്ചത് ആരാകുന്നു? അബ്രഹാം ആയിരുന്നു. ഒന്നാമത് പരിഹാസി എന്ന് വിളിച്ചത് ആരെ? ഇസ്മായേലിനെ ആയിരുന്നു. അബ്രഹാമിൻ്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഇസഹാക്കിനെ ആണ്. ഹാഗാർ ഉഴന്നു നടന്ന മരുഭൂമി, ബെർശേബ മരുഭൂമി. മരുഭൂമിയിൽ വച്ച് ഉറക്കെ കരഞ്ഞവൾ ആര്? ഹാഗാർ ആകുന്നു മരുഭൂമിയിൽ വെച്ച് ഉറക്കെ കരഞ്ഞത്. മരുഭൂമിയിൽ വെച്ച് ദൈവം കണ്ണു തുറന്നത് ആരുടെയാണ്? ഹാഗറിൻ്റെ ആകുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരമയച്ച എല്ലാവർക്കും നന്ദി. എന്നാൽ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ആദ്യം മുതലായതുകൊണ്ട് നിങ്ങൾക്ക് അധ്യായങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ എഴുതുവാനും ഒക്കെ എളുപ്പമുണ്ട്.
ഉത്തരങ്ങൾ അയക്കുന്നവർക്ക് സമ്മാനമുണ്ട്. ഫസ്റ്റും സെക്കൻഡിനും സമ്മാനം കൊടുക്കുന്നതായിരിക്കും. എന്നാൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പാരാൻ മരുഭൂമിയിൽ പാർത്ത വില്ലാളി ആര്? പാരാൻ മരുഭൂമിയിൽ പാർത്ത വില്ലാളി ആര്? രണ്ടാമത്തെ ചോദ്യം. ഹാഗാർ മകന് വേണ്ടി ഭാര്യയെ എടുത്തത് എവിടെ നിന്ന്? ഹാഗാർ മകന് വേണ്ടി ഭാര്യയെ എടുത്തത് എവിടെ നിന്ന്? അടുത്ത ചോദ്യം. അബിമേലെക്കിൻ്റെ സേനാപതിയുടെ പേര് എന്ത്? അബിമേലെക്കിൻ്റെ സേനാപതിയുടെ പേര് എന്ത്? അബ്രഹാം അബിമേലെക്കിനെ ഫൽസിച്ചത് എന്തിന്? അബ്രഹാം അബിമേലെക്കിനെ ഫൽസിച്ചത് എന്തിന്? അബ്രഹാം ആടുമാടുകളെ കൊടുത്തത് ആർക്ക്? അബ്രഹാം ആടുമാടുകളെ കൊടുത്തത് ആർക്ക്? അബ്രഹാം ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്തത്? അബ്രഹാം ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്തത്? അബ്രഹാം കിണർ കുഴിച്ചതിന് സാക്ഷിയായി അബിമേലെക്കിന് കൊടുത്തത് എന്ത്? അബ്രഹാം കിണർ കുഴിച്ചതിന് സാക്ഷിയായി അബിമേലെക്കിന് കൊടുത്തത് എന്ത്? അടുത്ത ചോദ്യം. അബ്രഹാമും അബിമേലെക്കും തമ്മിൽ സത്യം ചെയ്ത ദേശത്തിന് കൊടുത്ത പേര് എന്ത്? അബ്രഹാമും അബിമേലെക്കും തമ്മിൽ സത്യം ചെയ്ത ദേശത്തിന് കൊടുത്ത പേര് എന്ത്? അബ്രഹാം ബെർശേബയിൽ നട്ട വൃക്ഷം ഏത്? അബ്രഹാം ബെർശേബയിൽ നട്ട വൃക്ഷം ഏത്? പഴയ നിയമകാലത്ത് പുണ്യവൃക്ഷമായി കരുതിയിരുന്ന വൃക്ഷം ഏത്? പഴയ നിയമകാലത്ത് പുണ്യവൃക്ഷമായി കരുതിയിരുന്ന വൃക്ഷം ഏത്? അടുത്ത ചോദ്യം. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിപ്പാൻ കൊണ്ടുപോയത് എവിടെയാണ്? അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയത് എവിടെ ആണ്? എത്രാം ദിവസമാണ് അബ്രഹാം മോറിയ ദേശം കണ്ടത്? എത്രാം ദിവസമാണ് അബ്രഹാം മോറിയ ദേശം കണ്ടത്? ഹോമത്തിനുള്ള വിറക് ചുമന്നത് ആര്? ഹോമയാഗത്തിനുള്ള വിറക് ചുമന്നത് ആര്? ദൈവം ആവർത്തിച്ചു വിളിച്ച ആദ്യ വ്യക്തി? ദൈവം ആവർത്തിച്ചു വിളിച്ച ആദ്യ വ്യക്തി? അടുത്ത ചോദ്യം. ഞാൻ ഊസ്, എൻ്റെ അനുജൻ ബൂസ്, ഞങ്ങളുടെ അപ്പനാര്? ഞാൻ ഊസ്, എൻ്റെ അനുജൻ ബൂസ്, ഞങ്ങളുടെ അപ്പൻ ആര്? അടുത്ത ചോദ്യം. ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ഒരുങ്ങിയ സ്ഥലത്തിന് അബ്രഹാം ഇട്ട പേരെന്ത്? ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ഒരുങ്ങിയ സ്ഥലത്തിന് അബ്രഹാം ഇട്ട പേരെന്ത്? നാഹോരിൻ്റെ ആദ്യജാതൻ ആരാകുന്നു? നാഹോരിൻ്റെ ആദ്യജാതൻ ആര്? മെതുവേലിൻ്റെ മകൾ ആരാണ്? മെതുവേലിൻ്റെ മകൾ ആരാണ്? സാറയുടെ ആയുഷ്കാലം എത്ര? സാറയുടെ ആയുഷ്കാലം എത്ര? സാറ
മരിച്ച സ്ഥലം ഏത്? സാറ മരിച്ച സ്ഥലം ഏത്? ഭാര്യയെക്കുറിച്ച് വിലപിച്ച പൂർവ്വ പിതാവ് ആര്? ഭാര്യയെക്കുറിച്ച് വിലപിച്ച ആദ്യ പൂർവ്വപിതാവ് ആര്? ഹെബ്രോൻ്റെ മറുപേര് എന്ത്? ഹെബ്രോൻ്റെ മറുപേര് എന്ത്? സ്വന്തം ബലിക്ക് വിറക് ചുമന്നവൻ ആര്? സ്വന്തം ബലിക്ക് വിറക് ചുമന്നവൻ ആര്? വെറുതെ തരാമെന്ന് പറഞ്ഞത് വില കൊടുത്തു വാങ്ങിയ പ്രവാചകൻ ആര്? വെറുതെ തരാമെന്ന് പറഞ്ഞത് വില കൊടുത്തു വാങ്ങിയ പ്രവാചകൻ ആര്? അടുത്ത ചോദ്യം, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ആരോട് പറഞ്ഞതാണിത്? നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ആരോട് പറഞ്ഞ ചോദ്യമാണ്? ഇന്നത്തെ ചോദ്യം കഴിഞ്ഞു. ഉത്തരം അയയ്ക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.